ഈശോയിൽ എത്രയും സ്നേഹമുള്ളവരെ, നോമ്പുകാലം എന്നത് പ്രാർത്ഥനയും ഉപവാസവും ദാനധർമ്മവും മാത്രമല്ല, മറിച്ച് നമ്മുടെ തന്നെ ഹൃദയ സമാധാനം വീണ്ടെടുക്കുവാനുള്ള ഒരു വിശുദ്ധ യാത്ര കൂടിയാണ്. ഒരിക്കൽ ഒരു ശിഷ്യൻ തന്റെ ഗുരുവിനോട് ഇപ്രകാരം ചോദിക്കുന്നുണ്ട്: ഗുരുവേ, എന്റെ ഹൃദയ സമാധാനം വീണ്ടെടുക്കുവാനായിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഗുരു ആ ശിഷ്യനോട് ഇപ്രകാരം പറയുന്നുണ്ട്: പ്രിയ മകനെ, നിന്റെ ഉള്ളിലെ ഞാൻ എന്ന ഭാവം എന്റേത് മാത്രമെന്ന ചിന്താഗതികൾ മാറ്റിക്കൊണ്ട് എല്ലാവരെയും ചേർത്ത് പിടിക്കുവാനും ക്ഷമിക്കുവാനും വിട്ടുകൊടുക്കുവാനും പൊറുക്കുവാനും മനസ്സറിഞ്ഞെന്ന് പുഞ്ചിരിക്കുവാനും നിനക്ക് സാധിക്കുമ്പോൾ നിന്റെ ഉള്ളിൽ നീ അറിയാതെ ആ സമാധാനം ഉടലെടുക്കും. അതിനാൽ പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയത്തിന്റെ അന്തർഭാഗങ്ങളിൽ കുമിഞ്ഞുകൂടി കിടക്കുന്ന വെറുപ്പും വിദ്വേഷവും എല്ലാം കർത്താവിന്റെ സന്നിധിയിൽ, കർത്താവിന്റെ കുരിശിൻ ചുവട്ടിൽ സമർപ്പിച്ചുകൊണ്ട് അവിടുന്ന് നിന്നും നമുക്ക് സമാധാനം സ്വീകരിക്കാം. അങ്ങനെ സമാധാനത്തിന്റെ വക്താക്കളായിട്ട് നമുക്ക് മാറാം. സമാധാനം ഒരു പുഞ്ചിരിയിൽ നിന്നും തുടങ്ങുന്നു എന്ന് വിശുദ്ധ മദർ തെരേസ പറയുന്നത് പോലെ മനസ്സറിഞ്ഞ് മറ്റുള്ളവരെ പുഞ്ചിരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. വിശുദ്ധ ഫ്രാൻസിസ് അസിസി പറഞ്ഞു വയ്ക്കുന്നത് പോലെ, ദൈവമേ, എന്നെ നിന്റെ സമാധാനത്തിന്റെ ഒരു ഉപകരണമാക്കണമേ. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.